കേരള സാർ 100% ലിറ്ററസി സാർ ഒരു റിയാലിറ്റി ഷോയിൽ കളിയാക്കിക്കൊണ്ട് കേരളത്തെക്കുറിച്ച് സംസാരിച്ച ഈ ഒരു യൂട്യൂബേഴ്സിനെതിരെ എന്താ പറയുക, യാതൊരു രീതിയിലുമുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത രീതിയിൽ പ്രതികരിച്ചവരാണ് നമ്മളെല്ലാ കേരളീയരും, അല്ലേ, മലയാളികളും. അറ്റ്ലീസ്റ്റ് പ്രതികരിക്കാൻ സാധിക്കാത്തവരൊന്ന് പ്രതികരിച്ചെങ്കിലെന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചു കാണും. അത്രയും വളരെ മനോഹരമായിട്ട് അന്ന് നമ്മളെ അവർ കളിയാക്കിയപ്പോൾ നമ്മൾ പ്രതികരിച്ചു. എത്രയോ വീഡിയോസാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കേരള 100% ലിറ്ററസി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹാഷ്ടാഗോട് കൂടി തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എത്രയോ വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടത്, അല്ലേ. പ്രായഭേദമന്യേ എല്ലാവരും തന്നെ ചെയ്തിട്ടു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്ന് ശരിക്കും നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കളിയാക്കൽ, അന്ന് ആ ചോദ്യം ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ, നമ്മുടെ ഇവിടുത്തെ യുവതലമുറയുടെ ഭാവിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലിറ്ററസി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടിന് കോണ്ടെക്സ്റ്റ് വേറെയാണ്. ഒരിടത്ത് പൊളിറ്റിക്സ് ആയിരുന്നു, പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ പൊളിറ്റിക്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. ഇനി അതിനെ പ്രതി ഏതൊരു പാർട്ടിക്കാർ പ്രത്യേകമായിട്ടല്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അത് പകൽ വെളിച്ചം പോലെ സത്യമാണല്ലേ. എങ്ങനെയാണ് ഈ നമ്മുടെ ഈ കേരളത്തിലേക്ക് ഇത്രയേറെ ലഹരി ഒഴുകി തുടങ്ങിയതെന്നും ഏത് കാലഘട്ടത്തിലാണ് ഇത്രയേറെ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഈ കേരളത്തിലേക്ക് ഒഴുകി എത്തിത്തുടങ്ങിയതെന്നും ഇവിടെ ഈ ബിവറേജുകളും അതുപോലെ തന്നെ ബാറുകളും ഏറ്റവും കൂടുതൽ തുറക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണെന്നും അറിയാത്തവരല്ല നമ്മളാരും, എല്ലാം അറിയുന്നവരാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ എവിടേക്കോ ആരൊക്കെ കണ്ണിൽ പൊടിയിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. എന്തു ചെയ്യാൻ പറ്റും, അല്ലേ. ഇന്നത്തെ നമ്മുടെ സമൂഹം ഒരു 5-6 വർഷം മുൻപ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് സ്വന്തം മകനോട് പോലും എതിർത്തൊരു വാക്ക് പറയാൻ മാതാപിതാക്കൾക്ക് സാധിക്കാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നു. ഏറ്റവും അടുത്തിരുന്ന സുഹൃത്തിനെ പോലും കൊലപ്പെടുത്തുവാനായിട്ട് മടിയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നു. പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ എങ്ങനെ ഒരാളെ കൊല്ലാം, എങ്ങനെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തി രക്ഷപ്പെടാം, അല്ലേ. വിദ്യാർത്ഥിയാണ്, നമ്മളൊന്നും ആരും ചെയ്യില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിളായിട്ടൊരു ആൾക്കൂട്ട കൊലപാതകമൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനോഭാവത്തിൽ എത്രത്തോളം ലഹരി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. പിടിക്കപ്പെട്ടവരിൽ ഒരാൾ പോലീസുകാരൻ്റെ മകനാണെന്ന് പറയപ്പെടുന്നു, ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ മകനാണെന്ന് പറയപ്പെടുന്നു. ഇനി ആ കുട്ടികൾക്കൊക്കെ പരീക്ഷ എഴുതാനായിട്ട് എത്രയോ ഭംഗിയായിട്ടാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭാവി നശിക്കാൻ പാടില്ലല്ലോ. ഇവർത്തന്നെ അവിടെ ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഇവരുടെ ഭാവി. അങ്ങനെ ഒരു പയ്യനും കൂടി നമ്മളെ വിട്ടുപോയി, ഷഹബാസ്. 3 അനുജന്മാരുടെ പ്രതീക്ഷ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി മാറേണ്ടവൻ. ഒരു പക്ഷേ അവൻ ഈ ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ, ഇത്രയൊക്കെ ഒരല്പം മുതിർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബം കണ്ട സ്വപ്നങ്ങൾ ഇച്ചിരി വലുതായിരിക്കും. വാടക വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി സ്വന്തം കാലിലൊക്കെ നിൽക്കാനായിട്ട് പ്രാപ്തരാകണമെന്നുള്ളൊരു ചിന്തയൊക്കെ അവർക്കുണ്ടായിരുന്നിരിക്കണം, അല്ലേ. സാധാരണ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണല്ലോ ഇതെല്ലാം. നമ്മളും ഭൂരിഭാഗം ഒരു സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും ആ കുടുംബമായിട്ടൊന്ന് നമ്മളൊന്ന് തട്ടിച്ച് നോക്കിയാൽ മതി. ആ സ്വപ്നങ്ങളാണ് ഈ 5 പേര് തല്ലിക്കെടുത്തിയത്. എന്നിട്ട് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നത്തെ തല്ലിക്കെടുത്തിയവരുടെ സ്വപ്നത്തിനു വേണ്ടി ഇവിടെ പലരും നിലനിൽക്കുന്നു എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്, ഒരല്പം ദേഷ്യമുണ്ട്. പരീക്ഷ എഴുതാനായിട്ട് പ്രത്യേക സംവിധാനങ്ങളോടുകൂടി, സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി 5 പേർക്കും അവസരം. അവരുടെ ഭാവി നശിപ്പിക്കരുതല്ലോ. എന്ത് ഭാവി? ഒരു കുടുംബത്തിൻ്റെ അത്താണിയും നട്ടെല്ലുമായി മാറേണ്ട അവരുടെ ഭാവിയായിട്ട് അവർ കണക്ക് കൂട്ടുന്ന ഒരു പയ്യനെ ഇല്ലാതാക്കിയിട്ട് ഈ 5 പേരുടെ എന്ത് ഭാവി? എന്ത് സന്ദേശമാണ് നമ്മൾ ഈ വളർന്നു വരുന്ന സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ആൾക്കൂട്ടത്തിൽ തന്നെ തട്ടിക്കളഞ്ഞ് നമ്മുടെ പേരിൽ കേസൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണോ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം നടത്തുന്നത്? അപ്പോൾ ഈ ബാക്കിയുള്ള ഭംഗിയായി ജീവിക്കുന്ന ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ കുട്ടികളും പൊട്ടന്മാരും മണ്ടന്മാരുമാണോ? അല്ല, മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷയെങ്കിലും പ്ലീസ്, അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ആ ഒരു ഉമ്മയുടെ, ആ സഹോദരങ്ങളുടെ കണ്ണുനീര് പോലും കണ്ടിൽ നിന്ന് അടിക്കരുത്. അല്ലെങ്കിലും ദൈവം സഹായിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ
കൊലപാതകം ചെയ്ത വലിയ പ്രശ്നമൊന്നും അല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ സന്ദേശങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്രമാധ്യമങ്ങളിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. വന്യമൃഗങ്ങളെ കൊല്ലരുത് പ്ലീസ്. വന്യമൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയെന്ന് വരില്ല, ചിലപ്പം ജയിലിൽ പോയി കിടക്കേണ്ടി വരും, ചിലപ്പം മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയെന്ന് വരും, അട്ടി ഓടിച്ചെന്ന് വരും, കല്ലെടുത്ത് എറിഞ്ഞെന്ന് വരും. പക്ഷെ മനുഷ്യനെ കൊന്നാൽ നമ്മുടെ സമൂഹത്തിൽ എന്താ പ്രശ്നം? ഇത് കണ്ടില്ലേ? പണ്ട് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇടതുപക്ഷ അനുഭാവികൾ വന്നുകൊണ്ട് കുറേ കമൻ്റ് ഇട്ടു, സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, ഞാനൊരു സർക്കാരിനെതിരല്ല. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ വന്ന് തുടങ്ങിയത് എപ്പോഴാണ്? അതിനെ അടിച്ചമർത്താനായിട്ട് എന്ത് മാനദണ്ഡങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ തടവറ ടൂറിസമൊക്കെ തുടങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, ജയിൽ ടൂറിസമൊക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജയിലിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത്? ഇതാണോ സാക്ഷരതയിൽ 100% ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അഭിമാനം കൊണ്ട ഒരു കേരള സമൂഹം? ഇതാണോ? ഇങ്ങനെയാണോ ഭരണം? ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് 1989 വാൾട്ടർ മെൻഡസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അന്നത്തെ കേരള ടൂറിസം വകുപ്പിൻ്റെ അഭ്യർത്ഥന പ്രകാരം കൊണ്ടുവന്ന ഒരു പരസ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഹാഷ്ടാഗാണ്. അതിനകത്തായിരുന്നു ഇത്രയും നാളുകൾ നമ്മൾ പിടിച്ചു കയറിക്കൊണ്ടിരുന്നത്. കേരളം ഗോഡ്സ് ഓൺ കൺട്രി. എല്ലാ പരസ്യങ്ങളിലും എല്ലാ ബോർഡുകളിലും എല്ലായിടത്തും എഴുതി പിടിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് എന്ത്? കേരള ഗോഡ്സ് ഓൺ കൺട്രി. പക്ഷേ ഇന്നതല്ല വേണ്ടത്. 1892 വിവേകാനന്ദൻ പറഞ്ഞ വളരെ മനോഹരമായൊരു കാര്യമുണ്ട്. കേരളം ഭ്രാന്താലയം, ലുനാറ്റിക് അസൈലം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കേരളത്തെ വിശേഷിപ്പിച്ചത് 1892. അന്ന് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് കേരളത്തിലും സജീവമായി നിലനിന്ന ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചാണെങ്കിലും ഇന്ന് ആ ഒരൊറ്റ കാര്യത്തിന് ഒത്തിരിയേറെ അർത്ഥങ്ങളുണ്ട്. ഇതൊത്തിരി പ്രാധാന്യമുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന്. ഒരു കാലഘട്ടത്തിനനുസരിച്ച് അതിനുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമേ അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ഇന്ന് ഇത്രയും ലഹരി പദാർത്ഥങ്ങൾ ഈ കേരളത്തിലൂടെ ഒഴുകി നടക്കുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാതെ ഇവിടെ അധികാരപ്പെട്ടവരെ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ ഇതൊരു ഭ്രാന്താലയം തന്നെയാണ് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ 1989 വാൾട്ടർ മെൻഡസ് കൊണ്ടുവന്ന കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ സാധനമല്ല, കേരളം ലുനാറ്റിക് അസൈലം. അതിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പകാലം മുതൽ തന്നെ കൂടെയിരുന്ന് പഠിച്ചു വളർന്ന ഒരു സുഹൃത്തിനെ കൊല്ലാനായിട്ട് ഒരുവൻ്റെ മനസ്സിൽ യാതൊരു സങ്കോചവും ഇല്ലാതെ പോയെങ്കിൽ ഭ്രാന്ത് തന്നെയാണ്. അതിനവൻ കൂട്ടുകാരെ കൂട്ടുപിടിക്കുകയും കൃത്യമായിട്ടുള്ള പദ്ധതി ഇടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് തന്നെയാണ്. സ്വന്തം അമ്മയെയും കൂടപ്പിറപ്പിനെയും സ്നേഹിച്ചവളെയും ബന്ധുക്കളെയും കൊല്ലാനായിട്ട് ഒരുവൻ്റെ മനസ്സിൽ യാതൊരു രീതിയിലുള്ള തരിമ്പും ഭയമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഭ്രാന്ത് തന്നെയാണ്. അതും അവനിഷ്ടപ്പെട്ട ഭക്ഷണം, കൂടപ്പിറപ്പിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് അവനെ വിളിച്ചു വരുത്തി അവന് അത് ഭക്ഷണം കൊടുത്തതിന് ശേഷം അവനെ കൊല്ലാനായിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എത്രത്തോളം അതിനുവേണ്ടി അവൻ പദ്ധതി ഇട്ടിട്ടുണ്ടാവും, എത്രത്തോളം അവനെ തന്നെ ഒരുക്കിയിട്ടുണ്ടാകും അല്ലേ? കഠിന ഹൃദയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറഞ്ഞു. നമ്മളിപ്പോൾ കണ്ടുവരുന്ന കൊലപാതകങ്ങളൊക്കെ എന്തൊക്കെയാണ്? വളരെ വ്യക്തമായി കൃത്യമായി പദ്ധതിയിട്ട് പ്ലാൻ ചെയ്ത് നടത്തുന്ന കൊലപാതകങ്ങളാണ്. എന്നിട്ട് അതിന് കിട്ടുന്ന ശിക്ഷകളൊക്കെയോ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇട്ട്. മകനാണെങ്കിലും തെറ്റ് തന്നെയാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നിയപ്പോൾ നമ്മുടെ ഒരു വനിതാ പ്രവർത്തകയെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സങ്കടം തോന്നി. സ്വന്തം മകനെ ലഹരി കേസിൽ പിടിച്ചിട്ട് അവനങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദമുഖങ്ങളെല്ലാം നിരത്തി അത് പറഞ്ഞ ഹാഷ്മിയെ പോലുള്ള മാധ്യമപ്രവർത്തകരെയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കാൻ ശ്രമിക്കുകയും അവസാനം പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിൽ എവിടെ നിന്ന് ഊരിപ്പോരാമല്ലോ, അതുപോലെയൊക്കെ തന്നെ ഊരിപ്പോരാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തകരും നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? അത് പിന്നെ അങ്ങനെയാണല്ലോ.